ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് സ്വാഗതം. ഇന്ന് മ്യൂസിക് തെറാപ്പിയുടെ 109ാമത്തെ സെഷനാണ്. അനേകം പാട്ടുകൾ പാട്ടുകൾ എഴുതിയവർ, അതിന് മ്യൂസിക് കൊടുത്തവർ എല്ലാവരെയും നമ്മൾ അതാത് സമയങ്ങളിൽ ഓർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ദക്ഷിണാമൂർത്തി സ്വാമികളെയാണ് ഓർക്കുന്നത്. മനോഹരമായ അനേകം പാട്ടുകൾ എഴുതി എല്ലാവർക്കും പാടാൻ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അനേകം പാട്ടുകളുടെ സൃഷ്ടികർത്താവ് എന്ന നിലയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ ഇത്രമാത്രം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വെങ്കടേശ്വരൻ ദക്ഷിണാമൂർത്തി എന്നാണ്. 1919 ഡിസംബർ 9 അദ്ദേഹം ജനിക്കുന്നത്. ആലപ്പുഴയിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത്. മുല്ലക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളിൽ വളരെ പ്രസിദ്ധനായ ഒരു സംഗീതജ്ഞനും സംഗീത സംവിധായകനും ഒക്കെ ആണ് എന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ മലയാള സിനിമയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 125-ലധികം സിനിമകളിൽ ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. 63 വർഷത്തെ കാലയളവിൽ 1400-ലധികം ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. സ്വാമികൾ എന്ന പേരിലാണ് അദ്ദേഹം പൊതുവെ അറിയുന്നത്. ശാസ്ത്രീയ സംഗീതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങൾക്ക് തുടക്കമിടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അദ്ദേഹമാണെന്ന് എല്ലാവർക്കും അറിയാം. മലയാള സംഗീത വ്യവസായത്തിൻ്റെ പൂർവികരായി അറിയപ്പെടുന്ന ഇദ്ദേഹം പി ലീല, കെ.ജെ. യേശുദാസ് ഇങ്ങനെയുള്ളവരോടൊക്കെ ചേർന്ന് അനേകം സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 1998 കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1919 ഡിസംബർ 9 അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ മുല്ലക്കലിൽ ജനിച്ചത്. ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പാർവതി അമ്മാളിൻ്റെയും ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന വെങ്കടേശ്വര അയ്യരുടെയും മകനായി ജനിച്ചു. 7 മക്കൾ അവർക്കുണ്ടായിരുന്നു. മൂത്തയാളായിരുന്നു സ്വാമികൾ. മാതാപിതാക്കളുടെ 7 മക്കളെ 7 സ്വരങ്ങൾ പോലുള്ളവർ എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് 2 സഹോദരന്മാരും 4 സഹോദരിമാരുണ്ടായിരുന്നു. സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം തീർച്ചയായിട്ടും അത് വളർത്തിയത് അമ്മ തന്നെയാണ്. ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ പാടി പഠിച്ചാണ് തുടക്കത്തിലെ കുട്ടിക്കാലത്ത് തന്നെ ആ സംഗീതത്തോടുള്ള താല്പര്യം ജനിച്ചു വരുന്നത്. അമ്മയും സഹോദരി ആലപിക്കുന്ന സമയത്ത് അത് കേട്ടിരുന്നിട്ട് തന്നെ ഏതാണ്ട് 27 ഗാനങ്ങൾ അദ്ദേഹം പഠിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 10 വയസ്സുള്ളപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ വെങ്കടാചലം പോറ്റി അദ്ദേഹത്തെ കർണാടക സംഗീതം പഠിപ്പിച്ചു. 3 വർഷം ശിക്ഷണവും തുടർന്നു. 16 വയസ്സുള്ളപ്പോൾ സ്വാമി വൈക്കത്തെത്തി സംഗീതം പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് വൈക്കത്തപ്പൻ്റെ നിർമ്മാല്യ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. 3.5 വർഷം തുടർച്ചയായി. അതിൻ്റെ ഒരു വലിയ മഹത്വത്തിലാണ്, ആ യാത്രയിലാണ് അദ്ദേഹമെന്ന് പലപ്പോഴും അദ്ദേഹം ഒരു നേട്ടമായി പങ്കുവച്ചിട്ടുണ്ട്. 1948 മാതാപിതാക്കളോടൊപ്പം ചെന്നൈയിലേക്ക് മാറി. 1948 ജനുവരി 28 ശ്രീമതി കല്യാണിയെ വിവാഹം കഴിച്ചു. അങ്ങനെ 1948 അദ്ദേഹം സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചു. അപ്പം വളരെ പ്രാധാന്യമുള്ളൊരു വർഷമായിട്ടാണ് 1948. ചെന്നൈയിലേക്ക് പോകുന്നു, വിവാഹം കഴിക്കുന്നു, ആദ്യമായി സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നു. 1950 പ്രധാനമായും KK പ്രൊഡക്ഷൻ്റെ ബാനറിൽ കുഞ്ചോക്കയും KV കോശിയും ചേർന്ന് നിർമ്മിച്ച നല്ല തങ്ക എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് തുടക്കം കുറിക്കുന്നു, അരങ്ങേറ്റം കുറിക്കുന്നത്. പ്രശസ്ത നടനും ഇന്ന് ഗായകനുമായ അഗസ്റ്റിൻ ജോസഫ്, KJ യേശുദാസിൻ്റെ പിതാവാണ്. അദ്ദേഹത്തോടു കൂടി ചേർന്ന് തുടക്കം അങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്.
ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അഗസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന നാടക നടനും ഗായകനുമായ യേശുദാസിൻ്റെ പിതാവും, അതുപോലെ തന്നെ യേശുദാസിൻ്റെയും അതുപോലെ യേശുദാസിൻ്റെ മകൻ്റെയും മകൻ്റെ മകളുടെയും പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷകരമായ അനുഭവമായി പറയും. 2013 ജൂലൈയിലാണ് ആ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും വലിയൊരു നേട്ടം കൈവരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 തലമുറകൾക്കാർ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് യേശുദാസിൻ്റെ പിതാവും അഗസ്റ്റിൻ ജോസഫിനും KG യേശുദാസിനും മകൾ വിജയ് യേശുദാസിനും ചെറുമകളായ അമേയയ്ക്കും, അത് 93 വയസ്സുള്ളപ്പോഴാണ് 2013 ജൂലൈയിൽ ശ്യാമരാഗം എന്ന സിനിമയ്ക്ക് വേണ്ടി പിൽക്കാലത്ത് അതിന് മരണാനന്തര ബഹുമതിയും ആ ചിത്രത്തിൽ കിട്ടുകയും ചെയ്തു. ഇതിനുശേഷം അടുത്ത മാസം ഓഗസ്റ്റ് 2-നാണ് അദ്ദേഹം 93 വയസ്സുള്ളപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പി സുശീലയെ ആദ്യമായി സീത എന്ന സിനിമയിലൂടെ മലയാളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതും ദക്ഷിണാമൂർത്തി. ആ ചിത്രത്തിലെ പി സുശീല പാടിയ പാട്ടുപാടി ഉറക്കാം വളരെ ജനപ്രിയമായൊരു പാട്ടാണ്. അനേകം അവാർഡുകൾ 2019 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, മരണാനന്തരം ശ്യാമരാഗം എന്ന ആ സിനിമയ്ക്ക് വേണ്ടി അമേയയ്ക്ക് വേണ്ടി പാടിയ ഒരു പാട്ടാണ്, ഒരു സംഗീത സംവിധാനമാണ്. അതുപോലെ തന്നെ 2013 സ്വാതി സംഗീത പുരസ്കാരം, 2010 രാമാശ്രയം ഉണ്ണീരിക്കുട്ടി അവാർഡ്, 2010 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ്, അങ്ങനെ അനേകം അവാർഡുകൾ. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 1961 കേരള സംഗീത നാടക അക്കാദമി അവാർഡോടുകൂടിയാണ്. 2013 ഓഗസ്റ്റ് 2 വൈകുന്നേരം 6:30-ക്കാണ് 93 വയസ്സുള്ളപ്പോൾ ദക്ഷിണാമൂർത്തി ചെന്നൈയിൽ അതിൻ്റെ വീട്ടിൽ നമ്മളോട് വിട പറയുന്നത്. സ്വപ്നങ്ങളെ നിങ്ങൾ, പാട്ടുപാടി ഉറക്കാം, ഉത്തരാസ്വയംവരം, കാട്ടിലെ പാഴ്മളം, ഹൃദയസരസിലെ, ചന്ദ്രികയിലലി, ഇങ്ങനെ അനേകം പാട്ടുകൾ, മനോഹരമായ ഇവിടെ മനസ്സിലെപ്പോഴും നിൽക്കുന്ന അനേകം പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തത് മറ്റാരുമല്ല, പി ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. അങ്ങനെ എക്കാലവും ഓർത്തിരിക്കാൻ പറ്റുന്ന അനേകം പാട്ടുകൾ നമുക്ക് നൽകിയ വലിയ മനസ്സിനെ നമുക്ക് തീർച്ചയായിട്ടും ഓർക്കാം. ഒരു വലിയ അനുഗ്രഹമായി നമുക്കതിനെ കാണാം. ഇനി ജോസഫ് സാറിൽ നിന്നും കൂടെ എൻ്റെ കണ്ടിന്യൂഷൻ എല്ലാവർക്കും പറയാം. ദക്ഷിണാമൂർത്തി സ്വാമികൾ പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്നതാണ്. ജോസഫ് സാറ് പറയും. ജോസഫ് സാർ. താങ്ക് യു സാബു സാർ. ദക്ഷിണാമൂർത്തി സ്വാമികളെ നമ്മൾ ഇതിനു മുമ്പും അനുസ്മരിച്ചിട്ടുണ്ട്. കേൾക്കാവല്ലോ അല്ലേ? കേൾക്കാം സാറേ. പറയാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത്. പാട്ടുകളോ സാഗരം പോലെ. നമുക്കറിയാം, ഏതാണ്ട് 60 വർഷത്തിലേറെ സംഗീത രംഗത്ത് സജീവമായി നിന്ന വ്യക്തിത്വമാണ്. 93 വയസ്സുകൾ, 94-ാമത്തെ വയസ്സിൽ അന്തരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇപ്പോൾ സാബു സാർ വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1950 മുതൽ 2013 വരെ അദ്ദേഹം സംഗീത രംഗത്തുണ്ടായിരുന്നു. 12-ാം വയസ്സിൽ തുടങ്ങിയ സംഗീത സബരിയാണ്. പ്രത്യേകത എന്താണ്? ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീതത്തിൻ്റെ പ്രത്യേകത തനത് ശൈലി, തനത് ഈണം. നമുക്കറിയാം 1950-കളിലൊക്കെ ഹിന്ദി പാട്ടുകളുടെയും തമിഴ് പാട്ടുകളുടെയും ചുവട് പിടിച്ചുകൊണ്ടാണ്, അതിൻ്റെ പരിഭാഷകൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മലയാളീകരണം തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ പിച്ച വെച്ച് നടന്നിരുന്ന കാലത്ത് അതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് മലയാളത്തിന് തനത് ശൈലി കൊണ്ടുവരാൻ, തനത് ഈണം കൊണ്ടുവരുവാൻ അദ്ദേഹം വലിയ സംഭാവനയാണ് ചെയ്തത്.
അതിനുശേഷം അതിനെ പിന്തുടർന്നാണ് മലയാളത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഐഡന്റിറ്റി ഉണ്ടായത് എന്ന് നമുക്കറിയാം. സ്വാമിയുടെ പ്രത്യേകത എന്താണ്? കർണാടക സംഗീതത്തിന്റെ രാഗസഞ്ചാരങ്ങളെ ലളിതമായ ഗാനങ്ങൾ നമ്മുടെ മലയാള ഗാനങ്ങൾക്ക് ഇണങ്ങും വിധം ചേർത്ത് വെച്ചു, ലാളിത്യത്തോടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കർണാടക സംഗീതത്തിന്റെ ശീലുകൾ അദ്ദേഹം മലയാള സംഗീതത്തിൽ, മലയാള ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഓരോ പാട്ടുകളും പരിശോധിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, സാറ് പാട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ സ്വാമിയുടെ പ്രത്യേകത 4 തലമുറകളെ സംഗീതത്തിന്റെ വഴിയിൽ അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുവാനായിട്ട് സ്വാമിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഓക്കെ, ജെ.സി. ദാനിയേൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാട്ടുകളിലൂടെ പോകുമ്പോഴത്തേക്ക് സ്വാമിയുടെ ആ ഒരു ലാളിത്യവും സംഗീതത്തിനോടുള്ള പാണ്ഡിത്യവും എങ്ങനെ അതിനെ നമ്മൾക്ക് ഇഷ്ടപ്പെടും വിധം കർണാടക സംഗീതത്തിന്റെ ശീലുകളെ, രാഗങ്ങളെ ഒക്കെ എങ്ങനെ ഇണക്കി ചേർത്തു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. കുറേ പാട്ടുകളുണ്ട്, ഒത്തിരി പാട്ടുകളുണ്ട്, അത് മനോഹരമായ ഗാനങ്ങൾ. ചന്ദ്രികയിൽ അലിയുന്നു എന്നുള്ള പാട്ട് നമുക്കറിയാം. മറക്കാൻ കഴിയുമോ പ്രേമം, അങ്ങനെയുള്ള പാട്ടുകൾ. അവൾ ചിരിച്ചാൽ മുത്തുച്ചിതറും, വൃശ്ചിക പൂനിലാവ് എന്നുള്ള പാട്ട്. നിന്റെ മിഴിയിൽ നീലോൽപലം, ആറാട്ടിനാനകൾ എഴുന്നള്ളി എന്നുള്ള ആ പാട്ട്. ആനന്ദ ഭൈരവി, മനോഹരി നിൻ മനോരഥത്തിൽ, അത്ര മനോഹരമായ പാട്ടുകൾ നമുക്ക് മലയാളിക്ക് സമ്മാനിച്ച വെങ്കടേശ്വര അയ്യർ ദക്ഷിണാമൂർത്തി, വി ദക്ഷിണാമൂർത്തി, വെങ്കടേശ്വര അയ്യർ ദക്ഷിണാമൂർത്തി സ്വാമികളെ നമുക്ക് ഹൃദയപൂർവ്വം അനുസ്മരിക്കാം. അദ്ദേഹത്തിന്റെ പാട്ടുകളിലേക്ക് കടക്കാം. താങ്ക് യു സാബു സാർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും കൂടെ പറയാനുണ്ടെങ്കിൽ, ഓർക്കാനുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മ പറഞ്ഞിട്ട് നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. 3-4 പാട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പാട്ടുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റുന്നതാണ്. ഒന്ന് ഒമൻ പാട്ടുപാടി ഉറക്കാം ഞാൻ, മധുരിക്കും ഓർമ്മകളെ, ഹൃദയ സരസിലെ കാക്കത്തുമ്പ. മധുരിക്കും ഓർമ്മകളെ അദ്ദേഹത്തിന്റെ അല്ലല്ലോ, മധുരിക്കും അത് ഓർമ്മ. നാടകഗാനമാ സാർ. ഓ ശരി ശരി, ആദ്യം മാറ്റി. ഹൃദയ സരസിലെ, പിന്നെ അല്ല, നാടകഗാനം ആണെങ്കിൽ തന്നെയും അത് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം അല്ലേ സാറേ? കുഴപ്പമില്ല, അല്ല ഇഷ്ടംപോലെ പാട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. വൃശ്ചിക പൂനിലാവ് ഇഷ്ടംപോലെ പാട്ടുണ്ട്. ചന്ദ്രികയിൽ അലിയുന്നു എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നിൻമിഴിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു രാഗമേഘം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം. പാടാനാണോ സാറേ? വർണ്ണമോഹമോ തങ്കച്ചി പഠിക്കോളൂ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം,
നീലവാനിലലിയുന്നു ദാഹമേഘം നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം. കൊള്ളാം, നല്ല പാട്ടാ. ആ ഞാൻ പാടട്ടെ സാറേ? പാടൂ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം നീലവാനിലലിയുന്നൻ ദാഹമേഘം നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം. താങ്ക് യു സാർ. ഓക്കെ, പഴയ പാട്ടാണ് ദക്ഷിണാമൂർത്തിയുടെ മനോഹരം. ഇത് പാടിക്കും കുമാർ സാർ. മീന മാം പാടിക്കോട്ടെ. ആ പാടിക്കും. താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം നിൻമിഴിയിലലിയുന്നു ജീവമേഘം. താങ്ക് യു. ഓക്കെ, ഓമന മാം പഠിക്കും. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രാന്തം നെഞ്ചിരിയിലലിയുന്നെൻ ജീവരാഗം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നെൻ ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം നെഞ്ചിരിയിലലിയുന്നെൻ ജീവമേഘം താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം. കുമാർ സാർ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ചന്ദ്രികയിലലിയുന്നു
ചന്ദ്രകാന്തം നെഞ്ചിരിലലിയുന്ന ജീവരാഗം നീലവനിലലിയുന്നു ദാഹമേഘം നിൻമിഴിലലിയുന്ന ജീവമേഘം താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിലലിയുന്ന ജീവരാഗം. ഓക്കെ. ഇനി ആർക്കെങ്കിലും മാധവമോ നവഹേമന്തമോ നിൻമണിക്കവിൾ മലരായി വിടർത്തിയെങ്കിൽ തങ്കച്ചിപ്പിയിൽ നിന്റെ തേനർ ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിലലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു രാഗമേഘം നിൻമിഴിയിലലിയുന്ന ജീവമേഘം. ഓക്കെ. ഇനി ആരാണ്? ജോർജ് സാർ ഉണ്ട്, ഉഷാകുമാരി. ഞാൻ പാട്ടെ സാർ. ആ, പഠിക്കും. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു രാഗമേഘം നിൻമിഴിയിലലിയുന്ന ജീവമേഘം താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു രാഗമേഘം നിൻമിഴിയിലലിയുന്ന ജീവമേഘം. താങ്ക് യു സർ. ജോർജ് സാർ. താങ്ക് യു സർ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം നിൻമിഴിയിലലിയുന്ന ജീവമേഘം താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം നിൻമിഴിയിലലിയുന്ന ജീവമേഘം. താങ്ക് യു സർ. യെസ്. ഇനിയുണ്ടല്ലോ കുഞ്ഞോയി മാസ്റ്റർ ഉണ്ട്, ഹരി ഉണ്ട്,
ഓക്കെ അൻസാരി സാറുണ്ട്. റാബു സാർ ഞാൻ ആ, പാടാം. പഠിക്കും. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നെൻ ജീവമേഘം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. താരകയോ നീലത്താമരയോ നിൻ താരണിക്കണ്ണിൽ കതിർ ചൊരിഞ്ഞു. വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ, നിൻ മാനസത്തിൻ പ്രേമമധു പകർന്നു. ചന്ദ്രികയിലലിയുന്നെൻ ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നെൻ ജീവമേഘം. ഓക്കെ, താങ്ക് യു സാർ. യെസ്, മനോഹരം. ഓക്കെ, ഇനി ആരെങ്കിലും പാടണേ പാടൂ. സ്നേഹലത മാം പാടാനുണ്ട്. ഹരി പാടൂ. അൻസാരി സാർ ഞാൻ ഉണ്ട്. പാടണോ? ആ, ഞാൻ പാടണോ? പിന്നെ പാടണം, എന്നാ ചോദ്യം? ആ പഠിക്കൂ, അൻസാരി സാർ പാടും. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നെൻ ജീവമേഘം. താരകയോ നിലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു. വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ, നിൻ മാനസത്തിൻ പ്രേമമധു പകർന്നു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം. താങ്ക് യു. അടിപൊളി. അങ്ങനെ ഇനി എന്ത് ഞാനും വേണം? പാടും. സാറേ അങ്ങനെ ഞാനും നന്നായി പാടും. ആ, അല്ലേ സാം സാർ? പിന്നെ അങ്ങനെ കൂടെ പറയുന്നത് നല്ലതാ. അടുത്ത പാട്ടോടെ പഠിക്കാം. സ്നേഹലത മാം പഠിക്കും. അതെ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്ന ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്ന ജീവമേഘം. താരകയോ നീലത്താമരയോ നിൻ താരണിക്കണ്ണിൽ കതിർ ചൊരിഞ്ഞു. വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ, നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്ന ജീവരാഗം. താങ്ക് യു സാർ. ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ അടുത്ത പാട്ട് മനോഹരമായിട്ട് പാടാൻ പറ്റും. അതുകൊണ്ട് ആരെങ്കിലും പാടാത്തതുകൊണ്ട് ഇപ്പോൾ പഠിക്കുക. രമാദേവി മാമുണ്ട്, ഹരിയുണ്ട്. പെട്ടെന്ന് രണ്ടുപേര് പാടൂ. ഞാൻ പാടാം സാറേ. ആ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം,
ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം. നിൻമിഴിയിലലിയുന്ന ജീവമേഘം. താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു. വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമ മധു പകർന്നു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം. താങ്ക് യു സർ. ഐ മനോഹരമായി പാടി. ഓക്കെ, ഇനി ഒരാളോടെ ഹരി പാടുന്നോ അല്ലെങ്കിൽ അടുത്ത പാട്ടേക്ക് പോവേ? ഓക്കെ, അടുത്ത പാട്ട് ഒരു താരാട്ട് പാട്ടാണ്. ആദ്യം പറഞ്ഞായിരുന്നു പാട്ട് പാടി ഉറക്കാം. ഈ പാട്ട് സീത എന്ന് പറഞ്ഞ സിനിമയിലെയാണ്. ആദ്യമായിട്ട് പി സുശീലയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വി ദക്ഷിണാമൂർത്തിയാണ്. മനോഹരമായ പി സുശീലയുടെ പാട്ടിലൂടെ വന്നൊരു താരാട്ട് പാട്ടാണിത്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, വളരെ സിമ്പിളായിട്ട് പാടാം. ആരാ പാടുന്നത്? ആദ്യം നമ്മുടെ ഷീല മാം ഒന്ന് പാടി ക്ലിയർ ആക്കി തരും. ഷീല മാം ഇവിടെ? ഉണ്ട്. ആ, പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ. കരളിൻ്റെ കാതലേ. നിന്നാലി പുൽമാടം പൂമേന്തയായിടം. നിന്നാലി പുൽമാടം പൂമേന്തയായിടം. കണ്ണാടി എനിക്കു സാമ്രാജ്യം കൈവന്നടാ വന്നടാ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ. കരളിൻ്റെ കാതലേ. രാജാവായി തീരും നീ ഒരു കാലമോമനേ. രാജാവായി തീരും നീ ഒരു കാലമോമനേ. മറക്കാതെ അന്നു തൻ താതൻ ശ്രീരാമനെ. രാമനെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ. കരളിൻ്റെ കാതലേ. രാരിരാരോ രാരിരോ. രാരിരാരോ രാരിരോ. രാരിരാരോ രാരിരോ. രാരിരാരോ രാരിരോ. ഓക്കെ സാർ. ഓക്കെ, ഇനി പാടിക്കൂ. ഞാനാ പാടുന്ന ആദ്യം? മ്യൂട്ട് ചെയ്ത് പാടിക്കോ. നൽകുമാർ സാറും കൂടെ ഒന്ന് പാടട്ടല്ലേ? നൽകുമാർ സാർ. പാടാം സാറേ. ആ, പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ.
കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ നിന്നാലി ഉൾമാടം പൂമേടയായണ കണ്ണാം നീ എനിക്കു സാമ്രാജ്യം കൈവന്നടാ കൈവന്നടാ പാട്ടുപാടി രാജാവായി തീരും നീ ഒരു കാലമോമനെ മറക്കാതെ അന്നൂതൻ താതൻ ശ്രീരാമനെ ശ്രീരാമനെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. ഓക്കെ, ഇനി പാടും. ഞാനാ പാടുന്നത്? ഞാൻ പാട്ടെ സാർ. യെസ് പഠിക്കും. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ നിന്നാലി പുൽമാടം പൂമേടയായടാ നിന്നാലി പുൽമാടം പൂമേടയായടാ കണ്ണാ നീ എനിക്കു സാമ്രാജ്യം കൈവന്നടാ വന്നടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂമ്പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാജാവായി തീരും നീ ഒരു കാലമോമനെ രാജാവായി തീരും നീ ഒരു കാലമോമനെ മറക്കാതെയന്നു തൻ താതൻ ശ്രീരാമനെ രാമനെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. താങ്ക് യു സർ.
ഓക്കെ, താങ്ക് യു. ഞാൻ ഇനി പാടുന്നു സാറേ. യെസ് പഠിക്കും. താങ്ക് യു സാർ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. നിന്നാലി പുൽമാടം പൂമേടയായിടാ, നിന്നാലി പുൽമാടം പൂമേടയായിടാ. കണ്ണാണേനിക്കു സാമ്രാജ്യം കൈവന്നടാ, വന്നടാ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാജാവായി തീരും നീ ഒരു കാലമോമനേ, രാജാവായി തീരും നീ ഒരു കാലമോമനേ. മറക്കാതെ അന്നുതൻ താതൻ ശ്രീരാമനെ, രാമനെ. രാരിരാരോ രാരിരോ, രാരിരാരോ രാരിരോ, രാരിരാരോ രാരിരോ, രാരിരാരോ. താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഞാൻ പാടാം. പഠിക്കും. യെസ് സാർ. പഠിക്കും. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. നിന്നാലി പുൽമേടം പൂമേടയാണടാ, കണ്ണാണേ എനിക്ക് സായുജ്യം കൈവന്നതാ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ഓക്കെ സാർ, താങ്ക് യു. രാജാവായി തീരും നീ ഒരു കാലമോമനെ, രാജാവായി തീരും നീ ഒരു കാലമോമനെ. മറക്കാതെ അന്ന് തൻ താതൻ ശ്രീരാമനെ, പാട്ടുപാടി ഉറക്കാം ഞാൻ
താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. സാറേ ഈ പാട്ട് താങ്ക് യു എനിക്കൊന്ന് സാർ. പാടണം. പാടിക്കോ അൻസാർ സാർ പാടിക്കോ. താങ്ക് യു സാർ. താങ്ക് യു സാർ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. നിന്നാലി പുൽമാടം പൂമേടയാണോ കണ്ണാണെ എനിക്കു സാമ്രാജ്യം കൈ വന്നടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കണ്ണിന്റെ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ. ഓക്കെ, താങ്ക് യു സാറേ. ഇത് നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും പഠിപ്പിക്കുക. ഇപ്പൊ എല്ലാരും വലുതായി പോയില്ലേ? ഇത് ഇങ്ങനെ ഇതിട്ട് പാടിയിട്ടുണ്ട് എന്നെ. ഇതിട്ട് പാടിയാ മതി. ഇനി ഇവിടെ ജോഷി സാറുണ്ട്. ജോഷി സാർ ഒന്ന് പാടിക്കോട്ടെ. ജോർജ് സാർ പാടാൻ ജോഷി സാർ ഒന്ന് പാടിക്കോട്ടെ. പാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. നിന്നാലി പുൽമാടം പൂമേടയായടാ നിന്നാലി പുൽമാടം പൂമേടയായടാ കണ്ണാണേ എനിക്കു സാമ്രാജ്യം കൈവന്നടാ വകൈവന്നടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. ഓക്കെ സാർ. ഞാനൊന്ന് പാടി നോക്കട്ടെ. ജോർജ് സാർ ഒന്ന് പാടിക്കോട്ടെ. താങ്ക് യു. പാട്ടുപാടി ഉറക്കാം ഞാൻ താമ്പര പൂമ്പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. നിന്നാലി പുൽമാടം പൂമേടയായടാ നിന്നാലി പുൽമാടം പൂമേടയായടാ കണ്ണാണെ എനിക്കു സാമ്രാജ്യം കൈവന്നടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. താങ്ക് യു സർ. വിനമം പഠിക്കും. പാട്ടുപാടി ഉറക്കാം ഞാൻ
താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാജാവായി തീരും നീ ഒരു കാലമോമനി രാജാവായി തീരും നീ ഒരു കാലമോമനി മറക്കാതെ അന്നോതൻ താതൻ ശ്രീരാമനീ രാമനീ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. താങ്ക് യു സർ. ബാക്കി എല്ലാവരും ഉറങ്ങിപ്പോയെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ? രമാദേവി ഉറങ്ങിയിട്ടില്ല, പഠിക്കൂ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ നിന്നാലി പുൽമാടം പൂമേടയായടാ നിന്നാലി പുൽമാടം പൂമേടയായടാ കണ്ണാടി എനിക്ക് സാമ്രാജ്യം കൈവന്നടാ വന്നടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാജാവായി തീരും നീ ഒരു കാലമോമനി രാജാവായി തീരും നീ ഒരു കാലമോമനി മറക്കാതെ അന്നു തൻ താതൻ ശ്രീരാമനേ രാമനേ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. താങ്ക് യു സർ. ഇത്ര മനോഹരമായ വരികളല്ലേ, ഇത്ര മനോഹരമായ സംഗീതം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. ജോസഫ് സാറിന്റെ പാട്ട്. ബീനാമാമിനെ അത് പഠിക്കും. ജോസഫ് സാറാണോ? ജോസഫ് ജോൺ സാർ ഉണ്ടോ? ജോസഫ് സാർ പാടിക്കും, കുഴപ്പമില്ല. ഓക്കെ, ജോസഫ് സാർ ഒന്ന് പാടിയിട്ട് അങ്ങ് പാടിക്കും. അപ്പൊ പിന്നെ ട്യൂൺ അങ്ങ് ആയിക്കോളും. അല്ല, ഞാൻ പാടിയായിരുന്നു. അല്ല, ഇത് അടുത്ത പാട്ടാ, ഹൃദയ സരസിലെ പ്രണയപുഷ്പം. ജോസഫ് സാർ തുടങ്ങി. നെറ്റ് ഇഷ്യൂ ഉണ്ട്, നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല കേട്ടോ. ആണോ? എന്നാ അൽകുമാർ സാറിനെ വിളിക്കാം. അൽകുമാർ സാറല്ലേ? സാർ പോയോ? ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, കേൾക്കുന്നില്ലേ? കേൾക്കാവോ? കേൾക്കാം. കേൾക്കാം. കേൾക്കാം.
കേൾക്കാവോ സാറേ? കേൾക്കാം കേൾക്കാം പാടി. കേൾക്കാം. ആണോ? ആ. കേൾക്കാം സർ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവനസീമയിൽ ഇന്നലെ വന്ന തപസിനി നീ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. ഇതാണ് കർണാടക സംഗീതത്തിന്റെ രാഗഭാവങ്ങളൊക്കെ ചലച്ചിത്ര ഗാനത്തിൽ സമന്വയിപ്പിച്ച സ്വാമി. ഒരു ഉദാഹരണമാണ് ഈ പാട്ട്. ശീലമാമ കൂടെ ഒന്ന് പാടും. പാടാം സാറേ. ശ്രീകുമാരൻ തമ്പി സാറും ദക്ഷിണാമൂർത്തി സാറുമാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇത് നല്ലൊരു പാട്ടാണ്. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവനസീമയിൽ എന്നനുരാഗ തപോവനസീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. ഓക്കെ സാർ. നല്ലൊരു പാട്ട്. മനോഹരമായി. ഇനി പാടൂ. ഇനി പാടിക്കോളൂ. കുഞ്ഞായി മാഷ് പാട്. ആരാ പാടുന്നേ? പാടൂ. ഞാൻ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്ത കുഞ്ഞായി മാസ്റ്റർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ.
അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയതരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്സിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആരാ പാടുന്നേ? ഹൃദയ സരസിൽ പാടാൻ അൻസാരി സാർ ഒന്ന് ട്രൈ ചെയ്യൂ. അത് അൻസാർ സാറിന് പറ്റിയ പാട്ടാണെന്നാണ് എനിക്കും അതെ, തോന്നുന്നത്. പാടൂ. എന്റെ ശബ്ദം പേടിക്കണ്ട, കേൾക്കാൻ ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സാറ് മാത്രമേ ഉള്ളൂ ഈ പാട്ട് പാടാൻ പറ്റിയ ഒരാള്. സാറേ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പൂവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഓക്കെ, ഇനി പാടൂ ജോഷ് സാർ. ഓക്കെ. ഒരു സാഗത്രമാണ്. പഠി. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്സിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഓക്കെ, ഓക്കെ, നമുക്ക് ഒരു പാട്ടോടെ പാടിയിട്ട് ഇനി അഭിനവം പാടിക്കും പ്ലീസ്. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ
വെള്ളാരമുള്ളൊരു നായിക നീ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ, എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. താങ്ക് യു സർ. സാറേ ഞാൻ പാടിക്കോട്ടെ സാറേ? ആ പാട് പാട്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, അർത്ഥനിമീലിത മിഴികളിലോറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ, എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരും പാടാനല്ലോ തോന്നുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു പാട്ടും കൂടെ പാടി നമുക്ക് നിർത്താം. ഇത് ശിലാമമുണ്ടോ? ശിലാമം ഒന്ന് തുടങ്ങും. കാക്കത്തമ്പൂരാട്ടി തുടങ്ങും. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ, കൂടെ വിടേ, കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ, കൂടെ വരൂ, കൂടെ വരൂ, വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ, വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ, കാട്ടാറിൻ കടവത്ത് കണ്ണാടിക്കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടെ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ, കൂടെ വിടേ, പുത്തൻ പുടവഞ്ഞൊറിഞ്ഞുടുത്താട്ടെ, കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ, പുത്തൻ പുടവഞ്ഞൊറിഞ്ഞുടുത്താട്ടെ, കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ, കള്ളിപ്പെണ്ണെ നിന്റെ കന്നാലി ചെറുക്കന്റെ കല്യാണ പന്തലിൽ വന്നിരുന്നാട്ടെ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ, കൂടെ വിടേ, കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ, കൂടെ വരൂ, കൂടെ വരൂ. യെസ്, മനോഹരമായ ഈ ഓക്കെ സാർ. പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. വേറാരെങ്കിലും പാടുന്നു? ഉഷാമ പാടിക്കും. പാടട്ടെ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ, വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ,
തന്നാട്ടെ. കാട്ടാറിൻ കടവത്ത് കണ്ണാടി കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ. ഓക്കെ, താങ്ക് യു സാർ. ലാസ്റ്റിൽ ഏതായാലും ഞാൻ പാടട്ടെ സാറേ? ലാസ്റ്റില് പഠിക്കൂ. ആ, പുത്തൻ പുടവഞ്ഞൊറിഞ്ഞുടുത്താട്ടെ, കാതിൽ മുക്കൂറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. കള്ളിപ്പെണ്ണേ നിന്റെ കന്നാലി ചെറുകന്റെ കല്യാണ പന്തലിൽ വന്നിരുന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീട് കൂടെ വീട്. ഞാൻ പാടട്ടാ? സാറേ പഠിക്കൂ. യെസ്. പാടിയേ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. കൂട്ടിനിണയില്ല കൊഞ്ചും മൊഴിയില്ല കൂടെ വരൂ കൂടെ വരൂ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്കൊന്നു തന്നാട്ടെ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ. കാട്ടാറിൻ കടവത്തു കണ്ണാടി കടവത്തു കളിവഞ്ചിപ്പാട്ടുമായി പറന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. പുത്തൻ പുറവഞ്ഞൊറിഞ്ഞൊടുത്തോട്ടെ, കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിയോട്ടെ. കള്ളിപ്പെണ്ണേ നിന്റെ കന്നാലി ചെറുക്കന്റെ കല്യാണ പന്തലിൽ വന്നിരുന്നോട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ. അടിപൊളി. പിന്നെ എന്ത് വേണം? ഞാൻ തന്നെ കൈയടിക്കുക. അതെ, ഞാൻ തന്നെ കൈയടിച്ചു പോയിന്ന്. ബാബു സാറേ ഞാൻ പാടാം. പാടു. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ. കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്ക് തന്നാട്ടെ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്ക് തന്നാട്ടെ. കാട്ടാറിൻ കടവത്ത് കണ്ണാടി കടവത്ത് കളിവഞ്ചിപ്പാട്ടുമായി വന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഇനി ആരാ പാടുന്നേ? ജോഷി സാർ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ. കാട്ടാറിൻ കടവത്ത്
കണ്ണാടിക്കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. പുത്തൻ പൂടവഞ്ഞൊറിഞ്ഞുടുത്താട്ടെ കാതിൽ മുക്കൂറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. പുത്തൻ പൂടവഞ്ഞൊറിഞ്ഞുടുത്താട്ടെ കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. കള്ളിപ്പെണ്ണേ നിന്റെ കന്നാലി ചെറുക്കൻ്റെ കല്യാണ പന്തലിൽ വന്നിരുന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ. സാറേ സൗണ്ട്. ആ വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ. കാട്ടാറിൻ കടവത്ത് കണ്ണാടി കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. പുത്തൻ പുഴവഞ്ഞൊറിഞ്ഞുടുത്താട്ടെ കാതിൽ മുക്കൂറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. പുത്തൻ പുടവഞ്ഞൊറിഞ്ഞുടുത്താട്ടെ കാതിൽ മുക്കൂറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. കള്ളിപ്പെണ്ണെ നിന്റെ കന്നാലി ചെറുക്കൻ്റെ കല്യാണ പന്തലിൽ വന്നിരുന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. കൂട്ടിനിണയിൽ അല്ലേ കൊഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ. താങ്ക് യു സർ, താങ്ക് യു. യെസ്, താങ്ക് യു. ഇനി ആരെങ്കിലും പാടാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്യാം. ഇത്ര മനോഹരമായ പാട്ടുകളിലൂടെയാണ് നമ്മൾ ദക്ഷിണാമൂർത്തി സ്വാമികളെ ഓർത്തത്. രമാദേവി മാം പാടിക്കും. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്കു തന്നാട്ടെ. കാട്ടാറിൻ കടവത്ത് കണ്ണാടി കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. പുത്തൻ പുടവഞ്ഞൊറിഞ്ഞുടുത്താട്ടെ കാതിൽ മുക്കൂറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. പുത്തൻ പുടവഞ്ഞൊറിഞ്ഞുടുത്താട്ടെ കാതിൽ മുക്കൂറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. കള്ളിപ്പെണ്ണേ നിന്റെ കന്നാലി ചെറുക്കൻ്റെ കല്യാണ പന്തലിൽ വന്നിരുന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.
അപ്പോൾ ഇന്ന് മനോഹരമായ പാട്ടുകൾ, ദക്ഷിണാമൂർത്തി സ്വാമികളുടെ വരികൾ അല്ലെങ്കിൽ സംഗീതം, വരികൾക്ക് കൊടുത്ത സംഗീതമൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കാം. പാട്ടുകൾ നമുക്ക് ഇതുപോലെ കേൾക്കാം. ഇനി വേറെ ആരും പാടുന്നില്ല എന്ന് തോന്നുന്നു. ജോസഫ് സാർ ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം നമ്മൾ മനോജ് സാറിൻ്റെ രണ്ടാമത്തെ പോർഷൻ, താവോയുടെ ജീവിതത്തിൻ്റെ രഹസ്യത്തെ തേടിയുള്ള രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നാളെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. സാറേ, ഞാൻ ഓർക്കുന്നു. ഒരു കാര്യം പറയാനുണ്ട് സാറേ. ആ, ഈ പറയും. പാട്ടിന്റെ തുടങ്ങിയപ്പോഴേ നമ്മൾ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ 2 വരി പാടി നിർത്തിയിട്ട് ബാക്കിയും കൂടി ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പോൾ വന്നപ്പോ ഈ വരികളെല്ലാം നമ്മൾ പാടാൻ വേണ്ടി നോക്കും അതെങ്ങനെയാണ് വരികൾ. ഇപ്പം അല്ലാതെ ഇതിന്റെ ബാക്കിയായിട്ടൊന്നും നമ്മൾ നേരത്തെ നോക്കാറില്ല. 2 വരി പാടി നിർത്തി, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മുഴുവൻ പാട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വളരെ താങ്ക്സ് സാർ. അതല്ല, ഒരു ഇത്രയും പേര് പാടുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ ഈ പാട്ടിന്റെ ഈണത്തിലേക്ക് കടന്നു വരും. അതെ അതെ അതെ, ഉണ്ട്, ഉണ്ട്. അപ്പൊ പൊതുവെ പാടത്തില്ല എന്ന് വിചാരിക്കുന്നവർക്കും മൻസാരി സാറൊക്കെ കണ്ടില്ലേ മനോഹരമായ പാട്ട് പാടിയത്? മൻസാരി സാറേ ഒന്ന് പറഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? ഭയങ്കര വലിയ സാറേ, ഇത് ഇന്ന് വരെ പാടാനുള്ള അവസ്ഥ. അന്ന് പിന്നെ നമ്മുടെ ബർസാ സാർ ഒരു ദിവസം പിടിച്ച് ഞാൻ ഒന്ന് പാടിച്ചായിരുന്നു, പിന്നെ ഞാൻ പാടിയിട്ടില്ല. അപ്പൊ ഇന്ന് ഇവിടെ ധൈര്യമായിട്ട് പാടാം. കാരണം പിന്നെ നല്ല ഇവിടുത്തെ പ്രധാന പാട്ടുകാരികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവര് നമുക്ക് കറക്റ്റ് ചെയ്തു തരുമെന്നുള്ള കോൺഫിഡൻസിന്റെ പുറത്താണ് ഞാൻ പാടിയത്. അപ്പൊ ഇവിടെ പാട്ടിന്റെ എണ്ണം കുറവാ, അപ്പൊ എല്ലാവർക്കും പാടാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ഷീലാമ്മ നന്നായിട്ട് നല്ല ഇതായിട്ട് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ധൈര്യമാണ് ആ ഒരു വീണം കേട്ട് പാടാനും. ഭയങ്കര പാട്ടുകാരിയാണ്, എല്ലായിടത്തെയും മെയിൻ സ്റ്റാർ ആണ് ഇവിടത്തെ. ഇവിടെ പാടാൻ പറ്റില്ലെങ്കിൽ എവിടെ പാടും സാറേ? അതന്നെ ജോർജ് സാറേ, സാറ് 70 വയസ്സ് വരെ പാടിയിട്ടുണ്ടോ? പിന്നെ അതല്ലേ പറഞ്ഞ, ഇവിടെ പാട്ട് തുടങ്ങുമല്ലേ ഇപ്പോ, ഇനിയല്ലേ പാടാനിരിക്കണേ. പുതിയ ജീവിതം തുടങ്ങിയിരിക്കുക ഏഴാം ക്ലാസ്സിൽ അല്ലേ, 7-ാം വയസ്സില്. ഇവിടെ ആർക്ക് വേണമെങ്കിലും പാടി തെളിയാം. അങ്ങനെയാണ് നമുക്ക് പാട്ട് വരുന്നത്, പഠിക്കാം. അതെ 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 അതെ. ഞാനും അൻസാരി സാറൊക്കെ പാടുന്ന വേദിയിൽ ഇനി ആർക്കാ പാടാൻ മടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, വളരെ നന്ദി. പറയാം. ഗുഡ് നൈറ്റ്.